ഇന്നത്തെ കാലഘട്ടത്തിൽ മ്യൂസിക് ഒക്കെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും അല്ലേ? അന്നൊക്കെ ഒരു ടൈമുണ്ട്. പാട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു കൂട്ടായ്മയിൽ ടൈമൊക്കെ ഒത്തിരി എടുക്കുന്നുണ്ട് അല്ലേ? അങ്ങനെ ഏറ്റവും കൂടുതൽ ടൈം എടുത്ത ഒരു പാട്ട് ഏതായിരിക്കും മോഹൻചാറിന്റെ? അല്ല, ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് മ്യൂസിക് ചെയ്യാൻ അറിയാത്തൊരു കാലഘട്ടത്താണ് ഇതുണ്ടാക്കിയത്. അപ്പോൾ കുറച്ച് ടൈം എടുത്തു ചെയ്യാൻ. ഇന്നിപ്പോൾ ഞാൻ പെട്ടെന്ന് എനിക്ക് ട്യൂൺ ചെയ്യാൻ പറ്റും. അത് എക്സ്പീരിയൻസ് കൊണ്ടാണ്. അതുപോലെ ഓൻ സാറ് നല്ലൊരു കവി ആയതുകൊണ്ട് നല്ല ലിറിക്സ് അതിന് എനിക്ക് തന്നു. ആ ലിറിക്സ് തന്നെയാണ് അതിന് ഈ പാട്ട് നന്നാവാൻ ഏറ്റവും കാരണം. മനോഹരമായ വരികൾ, എന്താ പറയുക, എന്നൊരു അനിയനെ പോലെ കരുതിയിട്ട് അദ്ദേഹങ്ങളുടെ മോനെ ഇങ്ങനെ മതി, ഇതേതാ, ഓക്കെ അപ്പോൾ സാറേ ഇതൊന്ന് മാറ്റിയ ഇവിടെ അടിക്കുന്നുണ്ട് മേലോട്ട് പോകുമ്പോൾ ചില വാക്കുകൾ, ഓക്കെ. അതുകൊണ്ട് പുള്ളി അതൊക്കെ വളരെ സിൻസിയറായിട്ട് ഇങ്ങനെ വർക്ക് ചെയ്തു. അതിന് നവോദയ അപ്പച്ചൻ സാറിനോടും ജിജോ സാറിനോടും ജോമോനോടും നന്ദി പറയുന്നുണ്ട്. എല്ലാം കണക്റ്റഡ്. അതല്ല, ശങ്കർജി അതിലൂടെ ഉള്ളത്, അതുകൊണ്ടാണ്. പിന്നെ ഞാൻ കുറേ പടത്തിൻ്റെ റീ റെക്കോർഡിങ് ചെയ്തിട്ടുണ്ട്. 350 സിനിമയുടെ എന്തോ ഞാൻ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കുറച്ച് പടങ്ങൾ ഇന്നലെ പത്മരാജൻ സാറിൻ്റെ ഹിസ്സൈൻ അബ്ദുള്ള. അതിനുശേഷം എനിക്ക് മനസ്സിന് തങ്ങി നിൽക്കുന്ന ഒരു പടമാണ് എഴുത്തോല. കാരണം നമ്മുടെ മനസ്സിനകത്ത് തുറന്ന് നമുക്ക് ആ പടം കാണുമ്പോൾ നമ്മൾ അറിയാണ്ട് മ്യൂസിക് വന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ അതെനിക്ക് ഹിസ്സൈൻ അബ്ദുള്ള ഇന്നലെയൊക്കെ ചെയ്യുന്ന സമയത്ത് ഇത് അതേപോലെയാണ്. കാരണം പ്രത്യേകിച്ച് നിഷ, നോക്കിയേ റോമൊക്കെ എഴുന്നിട്ട് പോയി. ഞാൻ പല സീനുകളിലും എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു ആക്ട്രസ്സാണ് ശാരദ. ആ ശാരദമ്മേനെ എനിക്ക് ഓർമ്മ വന്നു. എന്നുവെച്ചാൽ അവർ അങ്ങറ്റത്തൊരു ആക്ട്രസ്സാണ്. ചില പോർഷനൊക്കെ അഭിനയിക്കല്ല നിഷ, ജീവിക്കണം. ക്ലൈമാക്സിലൊക്കെ എന്ന് വെച്ചാൽ എല്ലാം നഷ്ടപ്പെട്ടു, ഹസ്ബൻഡ് മരിച്ചു പോയി, അതുവരെ കുട്ടികളെ പഠിപ്പിച്ച മക്കളെല്ലാവരും പോയി, സ്റ്റുഡൻസ് ആരും ഇല്ല, അവരെ പുതിയ സ്കൂളുകളാക്കി തനിച്ച് ആരിലൊക്കെ നെഞ്ചു പെടഞ്ഞ് ഒരവസ്ഥ. അതോ 70-75 വയസ്സുള്ള പ്രായത്തിൽ ബോഡി ലാംഗ്വേജ്, അവരുടെ നടത്തം, അവരുടെ മുഖത്തെ എക്സ്പ്രഷൻ, ഡയലോഗ് എല്ലാം ഒരു 75 വയസ്സുള്ള സ്ത്രീയായി മാറി. അവർ നിഷ എല്ലാവരും. അതിൻ്റെ ആ ക്യാരക്ടർ എന്താണെന്ന് എനിക്കറിയില്ല, പേര് ആശാത്തിയില്ലേ. ഞാൻ ഇതിനകത്ത് ഒരു തീം മ്യൂസിക് ഉണ്ട്. തീം എനിക്ക് ഓർമ്മയില്ല, എന്തോ എങ്ങനെ ആ തീം മ്യൂസിക് ഇങ്ങനെ വായിച്ച് ഒരു എല്ലാം നഷ്ടപ്പെട്ട് മഴയത്ത് ഇങ്ങനെ കെടുക്കുന്ന ഒരു സീനുണ്ട്. കണ്ണു നിറഞ്ഞു പോയി. ശരിക്കും ഭയങ്കര മെന്റൽ ഡിസോർഡർ മാതിരിയാവും അത്. ആ ഒരു നമുക്കിപ്പോൾ കരയാം ഇതേപോലെ ചെയ്യാം, പക്ഷെ ആ ഒരു മെന്റൽ ഡിസോർഡറും ഇതിൻ്റെ കൂടെ വരുന്നുണ്ട്. ആ ഒരു ഘട്ടം അഭിനയിക്കുക എന്ന് പറയുന്നത് ഡിഫിക്കൽട്ടാണ്. എന്താണെന്നറിയോ, സാധാരണ ഒരു ആക്ട്രസ് ചെയ്യായിരിക്കും, പക്ഷെ ഒരു ആശാത്തി തന്നെയായി മാറി. നിഷ എന്ന് പറഞ്ഞ ക്യാരക്ടറല്ല, ഒരു നമ്മൾ അങ്ങനത്തെ ഒരു ആശാത്തിനെ കാണുന്നത്. അതുവരെ ഒരു ചെറുപ്പത്തിൽ ഇവരുടെ ഒരു ഹസ്ബൻഡും വൈഫൊക്കെ ആയിട്ടുള്ളൊരു ഇത്, അവരുടെ ആ ആറ്റിറ്റ്യൂഡും ആ ബോഡി ലാംഗ്വേജും നടത്തും എല്ലാം ഓക്കെ. അതിനുശേഷം ഒരു ഏജ് ആകുമ്പോഴൊരു സംഭവം ഉണ്ടല്ലോ, പറയാൻ പറ്റില്ല കേട്ടോ. ഒരു എന്താ പറയുക, ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, അത്ര നന്നായിട്ടുണ്ട്. അതല്ല, സത്യം പറഞ്ഞ ഇത്ര എക്സ്പീരിയൻസ് ഉള്ള മോഹൻചാറിനെ പറയുന്ന അതിന്റെ ഒരു അല്ല, ആ വികാരം നമ്മുടെ മനസ്സുവരെ സിനിമ ചെയ്ത ആള് പറയുമ്പോൾ ഈ ഫിലിം ഇപ്പൊ നമുക്ക് ഞങ്ങൾക്ക് ഇത് റിലീസ് ചെയ്യണം, നമ്മൾ ചെയ്തേ പറ്റുള്ളൂ. നമ്മളതിന്റെ അത് എന്താ സംഭവിക്കാൻ പോകുന്നത് അതിന് നമ്മൾ പോകുന്നില്ല. പക്ഷേ ഈ പടം റിലീസ് ചെയ്യണമെന്ന് ഞങ്ങൾ തീരുമാനിക്കേണ്ടതാണ്. ബിക്കോസ് ഇതൊരു ഭയങ്കര ഇമോഷണൽ ടച്ചുള്ളൊരു സിനിമയാണ്. എന്നാൽ ഇതിൽ യാതൊരു ലാഗും ഇല്ല, വളരെ എൻഗേജിങ് ആയിട്ട് സിനിമ പോകുന്നുണ്ട്. കാര്യങ്ങൾ പറഞ്ഞ് പിന്നെ 100-100 മുകളിൽ കുട്ടികൾ അഭിനയിച്ചിട്ടുണ്ട്, ചെറിയ കുട്ടികൾ. പിന്നെ ഇതിലൊരു ഉഗ്രം പാട്ടുണ്ട്, അതിപ്പോൾ പറയാതിരിക്കാൻ പറ്റില്ല. അത് ഈ അക്ഷരങ്ങൾ വെച്ചിട്ടൊരു പാട്ടുണ്ട്, നല്ല പാട്ടാണ്. എല്ലാ അക്ഷരം ഉപയോഗിച്ചിട്ട് പാട്ട്, എല്ലാ അക്ഷരങ്ങളും അത് മതി. മധുബാലകൃഷ്ണൻ പാടിയിട്ടുണ്ട്, നല്ല ഒരു. അത് നമ്മുടെ മലയാളത്തിൽ വ്യഞ്ജനാക്ഷരങ്ങൾ വെച്ചിട്ട് പാട്ടുണ്ടായിട്ടില്ല. ഇന്നത്തെ കുട്ടികൾക്ക് മലയാളം അക്ഷരം പൂർണ്ണമായി അറിയില്ല.
അപ്പം അത് പഠിക്കാനും കൂടി ഒരു നല്ലൊരു പാട്ടാണത്. അതിനകത്ത് നമ്മുടെ അനുപല്ലവിയും ചരണമൊക്കെ നമ്മുടെ കൈതപ്രാണ് എഴുതിയിട്ടുള്ളത്. അത് നന്നായി വന്നിട്ടുണ്ട്. പല്ലവി എങ്ങനെയാണോ അതിൻ്റെ മൂടനുസരിച്ചിട്ട് അദ്ദേഹം വളരെ മനോഹരമായിട്ട് എഴുതിയിട്ടുണ്ട്. രണ്ടുപേര് പാടാം. എനിക്ക് ഈ ചെറുപ്പത്തിൽ പഠിച്ചാടെ അപ്പൊ ചില മറവികളൊക്കെ ഉണ്ട്. നോക്കാം. ആ ആ ഈ ഈ ഉ ഊ ഋ എ എ ഐ ആ ആ ഈ ഈ ഉ ഊ ഋ എ എ ഐ ഓ ഓ ആ ക ഖ ഘ ഗ ങ ഛ ഛ ജ ജ ന ഠ ഠ ഡ ഡ ണ ത ഥ ദ ധ ന പ പ ബ ഭ മ യര ല വ ശ ഷ സ ഹ ള ഴ റ ആ ആ ഈ ഈ ഉ ഊ എ എ എ ഐ ആ ആ ഈ ഈ ഉ ഊ ഋ എ എ ഐ. ഇത് എന്നുവെച്ചാൽ ഈ അക്ഷരങ്ങൾ വെച്ച് കമ്പോസ് ചെയ്യാൻ ഭയങ്കര പാടാ. മനസ്സിലായില്ലേ? അതെങ്ങനെയോ ഞാൻ ഉണ്ടാക്കിയല്ല, എൻ്റെ ദൈവം എനിക്ക് തന്നാണ്. അതെങ്ങനെയോ ഉണ്ടായിപ്പോയതാണ് ഈ പാട്ട്. ഞാൻ നമ്മുടെ സുരേഷ്, അപ്പോൾ സുരേഷിനെ പറ്റി പറഞ്ഞേ പറ്റൂ. ഈ എഴുത്തോല ഡയറക്ടർ സുരേഷ്, എഴുത്തോല സബ്ജക്റ്റ് കിടിലൻ സബ്ജക്റ്റ്. ചെറിയൊരു ത്രെഡാണ്. ചെറിയതെന്ന് വെച്ചാൽ നമ്മൾക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു ത്രെഡാണ് അത്. അദ്ദേഹം അതിമനോഹരമായി സ്ക്രിപ്റ്റ് എഴുതിയിട്ടുണ്ട്. ഡയറക്ഷൻ എല്ലാം, ഡയലോഗ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. സുരേഷിൻ്റെ ഫസ്റ്റ് ഫിലിമാണെന്നേ തോന്നില്ല. ഏതൊക്കെ കുറേ അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്, ഏതാണെന്ന് എനിക്കറിയില്ല. കുറേ കാലങ്ങൾക്ക് ശേഷമാണ് ഞാനൊരു നല്ല ഫിലിം ചെയ്യുന്നത്. ഒരു മനസ്സിൻ്റെ അകത്തേക്ക് തറച്ച് കയറുന്ന സംഭാഷണങ്ങളും ആക്ടിങ്ങും അതുപോലെ എല്ലാ സംഭവങ്ങളും ഞാൻ പറഞ്ഞല്ലോ. റീ റെക്കോർഡിങ് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്ന ആ സുഖം അത് ചില പടങ്ങൾക്ക് മാത്രമേ കിട്ടുള്ളൂ. ചിലത് കുറേ ബഹളം ഉണ്ടാക്കി കുറേ സാധനങ്ങളൊക്കെ ഉണ്ടാക്കും, അതൊക്കെ അത്. പക്ഷെ ഇങ്ങനെ ഈ ഒരു സിനിമയിൽ എനിക്ക് സംഗീതം ചെയ്യാൻ പറ്റിയതിൽ വളരെ നന്ദിയുണ്ട് ശങ്കർജി, അതുപോലെ സുരേഷിന്, എൻ്റെ ദൈവത്തിനോട്. അല്ല, ഞാൻ നേരത്തെ ചോദിച്ച ഒരു കാര്യം ചോദിച്ചത്, ഏറ്റവും കൂടുതൽ ഇപ്പൊ ഈ സിനിമയുടെ പാട്ടിലേക്ക് വന്നപ്പോൾ താങ്കൾ പറയുമ്പോൾ നമ്മൾ വരെ ഫീല് ഭയങ്കരമായിട്ട് ഉണ്ടാവുന്നുണ്ട്. പക്ഷെ ഇവിടെ ഇരുന്ന് കരയുന്നു. അപ്പോൾ ആ പടത്തിന്റെ ആഴം എത്രമാത്രം നമുക്ക് മനസ്സിലാവും. ആ വരികളിലെ ആ പാട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ പക്ഷേ അഭിനയം 75 വയസ്സ് വരെയുള്ള യാത്രയിലുള്ള ഇതിൽ കൂടുതൽ റിസ്ക് നേരത്തെ പറഞ്ഞ ഇസൈൻ അബ്ദുള്ള ആ സിനിമയിൽ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. ഏറ്റവും കൂടുതൽ ടൈം എടുത്തിരിക്കുന്ന ആ കാലഘട്ടത്തിൽ ഏത് സോങ്ങിനായിരിക്കും? ഞാൻ പറയട്ടെ, ഒരു കാലത്ത് ആ കാലഘട്ടങ്ങളിൽ ഒരു കുഴപ്പമില്ലാത്തൊരു പടം ചെയ്യണമെങ്കിൽ 4-5 ദിവസമാണ് റീ റെക്കോർഡിങ്. വലിയ പടങ്ങൾ 8-9 ദിവസം. ഇന്ന് ഇത്രയും ചെയ്യാൻ 2 മാസമാണ് ടൈം.